നമ്മള് സിനിമയിൽ അധികം കാണാത്തതും എന്നാൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതുമായ ഒരു ഷോട്ട് ഉണ്ട്, ബേർഡ്സ് ഐ ഷോട്ട്. ഇത് എന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരു വിഷ്വല് സാധാരണയായി കാണാറില്ല. നേരെ മുകളിൽ നിന്ന് ക്യാമറ താഴേക്ക് നോക്കുന്നത് പോലെയാണ് ഈ ബേർഡ്സ് ഐ ഷോട്ട് കണ്ടാൽ നമ്മൾക്ക് തോന്നുക. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു മാപ്പോ അല്ലെങ്കിൽ ഒരു ഗെയിം ബോർഡോ നമ്മൾ വാച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഒരു ക്യാരക്ടറും അവന്റെ എൻവയോൺമെന്റും ഈസിലി ഈ ഷോട്ടിലൂടെ റിവീൽ ആകും. ആ ക്യാരക്ടറിന്റെ അപ്പോഴത്തെ അവസ്ഥയെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവൻ ആ സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെയാണെന്ന് നമ്മളെ കൊണ്ട് ബേർഡ്സ് ഐ ഷോട്ട് ചിന്തിപ്പിക്കും. ഇത് എന്തിനു വേണ്ടിയൊക്കെയാണ് സിനിമയിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, ഒരു സീനിന്റെ മൊത്തം ലേഔട്ട് നമ്മളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഓഡിയൻസിനെ ആ സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇത് എവിടെയാണ് എങ്ങനെയാണ് നടക്കുന്നതെന്നും ഈ ഒരു ഷോട്ടിലൂടെ അറിയാൻ സാധിക്കും. രണ്ടാമത്തേത് ക്രിയേറ്റ്സ് ഇമോഷൻ. മിക്കപ്പോഴും ഈ ഷോട്ട് ക്യാരക്ടേഴ്സിനെ സ്മോൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ളത് ഹൈലൈറ്റ്സ് പാറ്റേൺ. നമ്മൾ ഏറ്റവും മുകളിലത്തെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു സീനിന്റെ സിമെട്രി അല്ലെങ്കിൽ ഷേപ്പ്, അതിനകത്തെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവരുടെ ഫോമിംഗ് പാറ്റേൺസ്, സോൾജേഴ്സിന്റെ മാർച്ചിങ്, ഇതൊക്കെ എടുക്കാൻ ഈ ബേർഡ്സ് ഐ ഷോട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫർഗോ എന്നുള്ള സിനിമ. അത് കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു പെയിന്റിംഗ് പോലെയാണ് തോന്നുക. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ കൂടെ ഒരാള് നടന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം. നാലാമത്തെ കാര്യം, സിനിമയിലെ ഏതെങ്കിലും ഒരു കീ മൊമെന്റിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയും ബേർഡ്സ് ഐ ഷോട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ടൈമിനെ ഫ്രീസ് ചെയ്യാന് അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് പോസിനെ എംബസൈസ് ചെയ്യാനോ ഒക്കെ വേണ്ടി ഈ ബേർഡ്സ് ഐ ഷോട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു ക്യാരക്ടർ നിലത്ത് കിടന്ന് മുകളിലേക്ക് നോക്കുകയാണെന്ന് ചിന്തിക്കുക. മുകളിൽ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ അവന്റെ ആ മൊമെന്റ് ഓഡിയൻസിന്റെ മനസ്സിൽ അടയാളപ്പെടുത്താൻ ബേർഡ്സ് ഐ ഷോട്ടിന് സാധിക്കും. മാത്രമല്ല, ആ ക്യാരക്ടറിന്റെ ലോകത്ത് അവൻ എത്ര ചെറുതാണെന്ന് നമ്മൾക്ക് വിവരിച്ചു തരാനും ബേർഡ്സ് ഐ ഷോട്ടിന് സാധിക്കും.